എനിക്കൊരു സംശയമാണ്. ഏതെങ്കിലും ഒരു അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നറിഞ്ഞ് വിജിലൻസ് നടപടിയോ അല്ലാതെ നടപടി എടുത്താൽ ആ നിമിഷം കേരളത്തിലെ അധ്യാപക സംഘടനയെല്ലാം ആ അധ്യാപകൻ്റെ ഒപ്പം നിൽക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് സംഘടനാ ബോധം. പക്ഷേ ഈ സംഘടനാ ബോധം, ഈ സംഘടനാ ഐക്യം ദുരുപയോഗപ്പെടുന്നു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്വയം വിമർശനപരമായ ചില കണ്ടെത്തലുകൾ നടത്തി അതിന് പരിഹാരം കാണാൻ അധ്യാപക സംഘടനകൾ തയ്യാറാകണം എന്നുള്ള പൊതുബോധം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനോട് മാഷ് എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായും ആ പൊതുബോധത്തോടുകൂടി ആ പൊതുബോധത്തെ അനുകൂലിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഇവിടെ രക്ഷിതാക്കൾ പ്രകടിപ്പിച്ച ധാർമ്മിക രോഷം അത് കുറഞ്ഞുപോയി എന്ന അഭിപ്രായം എനിക്കുള്ളൂ. അത്രമാത്രം കുട്ടികൾ പഠിക്കുന്ന അവരുടെ പരീക്ഷയെ വികലമാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് 40 ലക്ഷം രക്ഷിതാക്കളുടെ കാര്യം പറഞ്ഞു, 40 ലക്ഷം കുടുംബങ്ങളുടെ വേദനയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ അധ്യാപക സംഘടനകൾ, കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളതുപോലെ ഒരുപാട് അധ്യാപക പ്രസ്ഥാനങ്ങളുമുണ്ട്. എല്ലാ അധ്യാപക പ്രസ്ഥാനങ്ങളുടെയും നേരെ വിരൽ ചൂണ്ടുന്നതും ശരിയല്ല. അതിനകത്തൊക്കെ ഞങ്ങൾ കുറേ സത്യസന്ധമായ നിലപാടെടുക്കുന്നവരും രാഷ്ട്രീയ ആഭിമുഖ്യത്തോടുകൂടി ഭരണ പ്രതിപക്ഷ സ്വഭാവത്തോടെ നിലപാടെടുക്കുന്നവരൊക്കെ പല സ്വഭാവത്തിലുള്ള കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങൾക്കിടയിലും കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ അധ്യാപക സംഘടനകൾ ചോദ്യം വയ്ക്കുന്നവരുണ്ട്. കേരളത്തിലെ അധ്യാപക സംഘടനകൾ ട്യൂട്ടോറിയൽ പോയി ക്ലാസ് എടുത്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതൊക്കെ അതിശക്തമായി എതിർക്കുന്നവരാണ്. അതൊക്കെ പൊതുസമൂഹത്തോട് പറയുന്നവരാണ്. ഇത്തരം ആളുകളൊന്നും ഞങ്ങളുടെ സംഘടനയിലില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ ഉണ്ടായത്. നമുക്ക് അതിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്നത് പോലെ ഞാൻ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്ന ആളുകൾ തീർച്ചയായും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതാണ്. SCRT ഡയറക്ടറുണ്ട്, കേരളത്തിലെ പരീക്ഷാ ഭവൻ്റെ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ പരീക്ഷാ വിഭാഗം നടത്തുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വം ഇവരൊക്കെ നിർവഹിച്ചോ എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത്. ഈ ചോദ്യപേപ്പർ അച്ചടിച്ച് നൽകാൻ ചില അധ്യാപക സംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ചോദ്യപേപ്പർ അച്ചടിച്ച് നൽകാം എന്ന് പറഞ്ഞു. എൻ്റെയും ഈ ഇരിക്കുന്ന ഹരികുന്ദം മാഷിൻ്റെയും സംഘടന ചോദ്യപേപ്പർ കച്ചവടം ചെയ്യുന്ന തെറ്റാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളത് ഉറക്കെ പറയുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഞങ്ങൾ ഉറക്കെ പറഞ്ഞ് ഞങ്ങളൊന്നും ചോദ്യപേപ്പർ അച്ചടിക്കുന്നില്ല. ഒരു സ്കൂളിൽ പോലും ഞങ്ങൾ ആ ചോദ്യപേപ്പർ അച്ചടിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യരുതെന്ന് ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിൽ ഉറക്കെ പറയുന്ന ആളുകളുമാണ്. എന്നാൽ ചില സംഘടനകൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് എന്താണ് മടി? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവസാനിപ്പിച്ചോട്ടെ. ഞാൻ ഈ സംഘടനകളുടെ പേര് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ KSUവിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും തലവനിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ സംഘടനകളുടെ ഒന്നും പേര് പറയുന്നില്ല. ഹയർ സെക്കൻഡറി മേഖലയിൽ ആരൊക്കെയാണ് ചോദ്യപേപ്പർ അച്ചടിക്കുന്നതെന്ന് അന്വേഷിച്ചാൽ മതി സുഹൃത്ത്, പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണുന്നില്ല. SFI പോലുള്ള സംഘടന അടച്ചാക്ഷേപിക്കുന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ എത്രമാത്രം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മപരിശോധന പല കാര്യങ്ങൾക്കും നല്ലതാണ്. അതെല്ലാ മേഖലയിലും മതി. വിദ്യാർത്ഥി സംഘടനകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ആ ഒരു തലം കഴിഞ്ഞു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച ഇടതിനെ പറയുമ്പോൾ വലതും, വലതിനെ പറയുമ്പോൾ ഇടതും, ഇതിനിടയിൽ കൂടെ മറ്റൊരു കൂട്ടരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. പരീക്ഷാ പേപ്പർ ചുവന്നു, അല്ലെങ്കിൽ പരീക്ഷ അച്ചടിയിൽ പാഠപുസ്തകം അച്ചടി കുഴപ്പമായി അധ്യാപകനെ ചവിട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ പുസ്തകം എടുത്ത് കത്തിക്കുക, ആ കീറിയ പുസ്തകം പെറുക്കിയെടുത്തുകൊണ്ട് കുട്ടി എഴുന്നേറ്റ് പോവുക, ഇതൊക്കെ ഒത്തിരി കേരളം കണ്ടതാണ്. ഈ ഒരു ചോദ്യമല്ല എൻ്റേത്. ഇത്രയേ ഉള്ളൂ. നേരത്തെ ഈ അധ്യാപകരെല്ലാം പറയുന്നു ഞങ്ങളുടെ സംഘടനപ്പെട്ട പറഞ്ഞാൽ ഞങ്ങൾ നോക്കും. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് SFIക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? നമ്മൾ കേരളത്തിലൊരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു തരാം. നമ്മളെല്ലാം CBSEയും ICSE ഒക്കെ കുറ്റം പറയും. പക്ഷേ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വീടുകൾ കാണണം. വളരെ ചെറുത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം വളരെ അനുഭവിക്കുന്നത്, ശമ്പളം വളരെ കുറവ്. ആ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ വലിയ ഫീസ് വാങ്ങി പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരാണ്. എന്നാൽ കേരളത്തിലെ അധ്യാപകരെല്ലാം തന്നെ വളരെ വലിയ ശമ്പളം വാങ്ങുന്നവരാണ്. UGC സ്കെയിലോട്ട് താഴോട്ട് നോക്കി അറിയാം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ ഇത്ര കച്ചവടം നടക്കുന്നത്. സമുദായ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകനായി കയറ്റണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വൻ തുക വാങ്ങുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ പറയാൻ പേടിയാണ്. ഇവിടുത്തെ മത, സാമുദായിക, രാഷ്ട്രീയ കക്ഷികൾക്ക് മുമ്പിൽ പറയാൻ പേടിയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക് പേടിയുടെ ആവശ്യമില്ലല്ലോ. വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇവരെ പോലെയൊന്നും ബാധ്യതകളില്ലല്ലോ.
വിദ്യാർത്ഥി സംഘടന നിൽക്കുന്നത് വിദ്യാർത്ഥിക്ക് വേണ്ടിയല്ലേ? അപ്പോൾ വിജിനെ പോലെയുള്ള നേതാക്കൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇടപെടൽ നടത്തിക്കൂടെ? SFIക്ക് നടത്തിക്കൂടെ? SFI ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി SFI ഞങ്ങൾ ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും ഞങ്ങൾ കൊടുത്തതാണ് ഞങ്ങളുടെ റിലീസ്. ഞങ്ങൾ പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഞങ്ങൾ ലാഘവത്തോടെ ഈ വിഷയത്തെ കണ്ടിട്ടേ ഇല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, അത് ഇടതായിക്കോട്ടെ അത് വലതായിക്കോട്ടെ. ഞങ്ങൾ ആ നിലപാട് വളരെ ശക്തമായി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അന്വേഷിക്കണം, കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇവിടെ അധ്യാപനം സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു സസ്പെൻഷൻ ഞങ്ങൾ അംഗീകരിക്കില്ല, ഇതല്ല ഇതിനുള്ള കൃത്യമായ നടപടി, ഇതിലും മുകളിലേക്കുള്ള നടപടി വേണം. ഇത് അവസാനിപ്പിക്കത്തക്ക നിലയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചോദിച്ച ചോദ്യം അതാണ് SFIന് എടുക്കാൻ പോകുന്ന പ്രധാന മുദ്രാവാക്യം. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ പ്രാക്ടീസ് എന്ന രീതിയിൽ ഇത്തരം ട്യൂഷൻ സെൻ്ററുകൾ പോകും. ഞങ്ങൾ ക്യാമ്പയിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. ഒരു സംശയവും വേണ്ട, ഒരു ഘട്ടത്തിലും ഇക്കാര്യത്തിൽ അത് കൃത്യമായി മറുപടി പറയാം. ഞാൻ ഇക്കാര്യത്തിൽ കൃത്യമായി അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, സാറിന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇവിടെ വളരെ കൃത്യമായി ഞങ്ങൾ ഇടപെട്ട് തന്നെയാണ്. റഷീദെ നിങ്ങൾ വേണ്ടിയ ഞാൻ അതിലേക്ക് എന്റെ സമയത്താണല്ലോ KSU ഞാൻ അതിലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കൃത്യമായി ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമായ രീതിയിൽ ഇനി സാർ ഇത് ഇവിടെ തെറ്റുപറ്റിയ എന്ന രീതിയിൽ ഇനി എല്ലാം അടിച്ചു തകർത്ത് ഈ സംവിധാനം തന്നെ ഇല്ലാതാക്കിയാണ് വേണ്ടത്. അതിനെ പരസ്യവിചാരണ ചെയ്യാൻ പറ്റുമോ? ഈ കുറ്റക്കാരെ പരസ്യ ഇവിടെ നിയമ നടപടികളുണ്ട്. ആ രീതിയിൽ നിയമ നടപടികൾ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ സമരരംഗത്ത് ഇറങ്ങും. അതിലെന്താ സംശയം? എന്താ ചെയ്യാൻ പറ്റി? ഇപ്പൊ കളവ് ചെയ്തവരെ നമുക്ക് കൊല്ലാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ബലാത്സംഗം, ആ രീതിയിലാണ് സാറിന്റെ ചോദ്യം. അവിടെയല്ല ഞങ്ങൾ പറയും നിയമ നടപടികൾക്കുൾപ്പെടെ ഈ തെറ്റുകാരെ വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിൽ ഗവൺമെന്റ് തയ്യാറാകണം.